നമസ്കാരം. ഇന്നത്തെ കാഴ്ച തായ്ലാൻഡിലെ വാസ്തുവിദ്യ വിസ്മയമെന്നറിയപ്പെടുന്ന സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ കാഴ്ചകളാണ്. കാഴ്ചകളിലേക്ക് സ്വാഗതം. ബാങ്കോക്കിൽ നിന്നും അല്പം ദൂരെയാണെങ്കിലും ഈ നിർമ്മിതി കാണാൻ എന്നെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം പല ചാനലുകളിലും വന്ന വീഡിയോകളാണ്. 8ാമത്തെ ലോകാത്ഭുതമാണ് എന്ന നിലയിലുള്ള പ്രസൻറ്റേഷൻസാണ്. പട്ടായയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൊതുവെ ഊഷ്മളമായ രാത്രി കാഴ്ചകളും ബീച്ചുകളും ഒക്കെയാണ് എല്ലാവർക്കും ഓർമ്മയിലേക്ക് എത്തുക. പക്ഷേ ഈ നാട്ടുകാർ സാങ്ച്വറി ഓഫ് ട്രൂത്തിനെ പ്രസൻറ്റ് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. പട്ടായയിലെ തിരക്കേറിയ നഗരത്തിനിടയിൽ കടലിനടുത്തായിട്ട് ആത്മീയവും വാസ്തുവിദ്യയും സമന്വയിക്കുന്ന ഒരു മഹത്തായ നിർമ്മിതിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ പരിഭാഷ പറഞ്ഞാൽ സത്യത്തിൻ്റെ സങ്കേതം എന്നൊക്കെ വിളിക്കേണ്ടി വരും. ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന കാഴ്ച അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോമിലുള്ള കുറേ ആളുകളാണ്. സെക്യൂരിറ്റി ആയിട്ടും കൺസ്ട്രക്ഷൻ വർക്കേഴ്സായിട്ടും ഗൈഡായിട്ടും. അവരവിടെ നിയമിച്ചിരിക്കുന്നത് അതിൻ്റെ പരിപാലനത്തിനും അറ്റകുറ്റപ്പണിക്കൊക്കെ ആയിട്ടാണ്. ഈ പ്രഥമ കാഴ്ചകൾക്ക് ശേഷം രണ്ടാമതായിട്ട് നമ്മളെ ലീഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഗൈഡാണ്. ഒരു വിദഗ്ധയായിട്ടുള്ള ഗൈഡ് എന്ന് വേണം പറയാൻ. അവർ ഈ സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ ബിൽഡിംഗ് സ്ട്രക്ചർ എങ്ങനെയാണ് ബിൽഡ് ചെയ്തതെന്നും ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അതുകൂടാതെ തന്നെ ഇത് സാങ്ച്വറി ഓഫ് ട്രൂത്ത് പൂർണ്ണമായും മരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നും ഇതിൽ കോൺക്രീറ്റോ ആണികളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെയാണ് അവരുടെ ക്ലെയിം. അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ആണികളോ കോൺക്രീറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് നിർമ്മിതിയുടെ പൂർണ്ണ രൂപത്തിലെത്തുന്ന സമയത്ത് മുഴുവനായിട്ട് നീക്കം ചെയ്യുന്നൊക്കെയാണ് അവകാശവാദം. സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് 1981 വ്യവസായിയായിട്ടുള്ള ലേക്ക് ഫെരിയപ്പൻ എന്നു പേരുള്ള ആളാണ് ഈ ആശയത്തിൻ്റെ പുറകിലുള്ളത്. ഇദ്ദേഹം തന്നെയാണ് തായ്ലാൻഡിലെ ആൻഷ്യൻ സിറ്റിയും അതുപോലെ തന്നെ ഇർവാൻ മ്യൂസിയം ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ആകെ ഈ നിർമ്മിതിയുടെ ഉയരം 105 മീറ്ററാണ്. പൂർണ്ണമായും തേക്ക് തടികൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ലോഹങ്ങളോ ആണികളോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നും ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് അവകാശവാദം. ഈ മന്ദിരത്തിൻ്റെ ശില്പനിർമ്മാണ രീതി തികച്ചും തായ് രീതി മാത്രമല്ല, പല ഐക്കണോഗ്രാഫികളിൽ നിന്നും തീമുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ ശില്പനിർമ്മാണ രീതിയും ചൈനീസ് രീതികളും ഖൊമർ രീതികളും എല്ലാം അവലംബിച്ചിട്ടുണ്ട്. ഈ കെട്ടിടത്തിലെ കൊത്തുപണികളും ശില്പങ്ങളും മിക്കതും ഹിന്ദുമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും പുരാണങ്ങളുടെയൊക്കെ ദാർശനിക വിവരണങ്ങളിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. കടലിനരികിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ നിർമ്മിതി പ്ലസ് ആകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മേൽക്കൂര ഒരു പ്രത്യേക രീതിയിലുള്ള നിർമ്മാണം ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. സാങ്ച്വറി ഓഫ് ട്രൂത്ത് വെറും കലാപരമായ കാഴ്ചകൾ ഉൾക്കൊള്ളുന്ന ഒരു ബിൽഡിംഗ് ആയിട്ട് മാത്രമല്ല, ദാർശനിക സന്ദേശങ്ങളും കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തായ്ലൻഡിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ സാങ്ച്വറി ഓഫ് ട്രൂത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രം പ്രതീകമായിട്ടുമല്ല നിലകൊള്ളുന്നത്. അത് പ്രത്യേകം അവരെടുത്ത് പറയുക കൂടി ചെയ്യുന്നുണ്ട്. അതിലൂടെ എല്ലാ തരത്തിലുമുള്ള സഞ്ചാരികളെ ഈ മന്ദിരം സ്വാഗതം ചെയ്യുന്നുണ്ട്. ഈ മന്ദിരം മുന്നോട്ട് വയ്ക്കുന്ന 7 ദാർശനിക ആശയങ്ങൾ ജീവിതത്തിൻ്റെ 7 സത്യങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആശയം ജീവിതത്തിൻ്റെ നശ്വരതയാണ്. ഭൗതിക ജീവിതം ക്ഷണികമാണ് എന്നും ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്നുള്ളതുമാണ് ആശയം. മൂന്നാമത്തെ ജീവിത സത്യം മരണമാണ്. വി ആർ ബോൺ ടു ഡൈ എന്നുള്ള സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മരണമെന്നുള്ള നിത്യ യാഥാർത്ഥ്യത്തിനപ്പുറം സത്പ്രവൃത്തികളുടെയും ദുഷ്പ്രവൃത്തികളുടെയും ഒക്കെ വ്യാഖ്യാനങ്ങളാണ് ചിത്രരൂപത്തിൽ ബുദ്ധമത വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചിത്രീകരിച്ചിട്ടുള്ളത്. നാലാമത്തെ ജീവിത സന്ദേശം സാമ്പിൾസ് ഓഫ് സിവിലൈസേഷനാണ്. പല മതങ്ങളും ജനതകളും ഉണ്ടായതിനെക്കുറിച്ചും അവ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെക്കുറിച്ചും അവയുടെ വികാസവും വളർച്ചയൊക്കെയാണ് അത് പ്രതിപാദിക്കുന്നത്. അഞ്ചാമത്തെ ജീവിത സന്ദേശം പർപ്പസ് ഓഫ് ലൈഫാണ്. ജീവിതത്തിൽ എളിമയുടെ ആവശ്യത്തിനെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും അതുപോലെ തന്നെ വിനീതനാവുന്നതിൻ്റെ ആവശ്യത്തിനെക്കുറിച്ചും ഒക്കെ പറയുന്ന കുറേ സദ്ഭാവന വളർത്തുന്ന ആശയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആറാമത്തെ സന്ദേശം സൊസൈറ്റിയുടെ 2 തലങ്ങളെക്കുറിച്ചാണ്. ഒരു നല്ല വശവും ഒരു ചീത്ത വശവും ചേർന്നതാണ് സൊസൈറ്റി എന്നും അതുമായി ബന്ധപ്പെട്ട കുറേ കഥകളോടുകൂടിയ
ശില്പങ്ങളുമാണ് ഇത് വിശദീകരിക്കുന്നത്. 7ാമത്തെ സന്ദേശം ബിഗിനിങ് ഓഫ് എ സൊസൈറ്റി എന്നുള്ള തീമിൽ നിർമ്മിച്ച കുറേ ശില്പങ്ങളാണ്. അവ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൗരബോധമുള്ള ഒരു സൊസൈറ്റിയെക്കുറിച്ചും അത് വാർത്തെടുക്കാൻ വീടിൻ്റെയും ഫാമിലിയുടെയും ഇമ്പോർട്ടൻസിനെ കുറിച്ചും ജീവിതത്തിലെ ആദ്യത്തെ വിദ്യാലയം വീടാണ് എന്നുള്ളതൊക്കെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സാങ്ച്വറി ഓഫ് ട്രൂത്ത് തേക്ക് തടിയിൽ അതിമനോഹരമായ കൊത്തുപണികളോടുകൂടി വലിയൊരു മന്ദിരം നിർമ്മിക്കുന്നു. ദീർഘവീക്ഷണത്തോടെ നിർമ്മിക്കുകയും അത് ഭംഗിയായി മാർക്കറ്റ് ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമായി സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാന്തരം ടൂറിസം മാതൃകയാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. ഇത്തരം മാതൃകകൾ നമുക്കും പിൻപറ്റാവുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഇതിനേക്കാൾ നന്നായി പ്രസൻറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന സ്റ്റഫ് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മുടെ നാട്ടിൽ മണ്ണിലും മരത്തിലും മാർബിളിലും ലോഹങ്ങളിലും ഒക്കെ ആയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പൗരാണിക നിർമ്മിതികൾ അതിനെയൊക്കെ മാർക്കറ്റ് ചെയ്യേണ്ട രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ഒട്ടനവധി സഞ്ചാരികളെ ആകർഷിക്കുക മാത്രമല്ല രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. അതുപോലെ നമ്മുടെ നാട്ടിലെ മനോഹരങ്ങളായ നിർമ്മിതികൾ കണ്ടിട്ടുള്ള ഒരാൾക്ക് സാങ്ച്വറി ഓഫ് ട്രൂത്ത് ഒരു ഭ്രമിപ്പിക്കുന്ന കാഴ്ചയൊന്നുമല്ല. ഒരുപക്ഷെ ഇവരിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതെങ്ങനെ പരിപാലിക്കണമെന്നും ഇതെങ്ങനെയാണ് സന്ദർശകരെ ആകർഷിക്കണമെന്നുള്ളതൊക്കെയാണ് ഇവരിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ. ഇവരിൽ നിന്ന് പഠിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു സഞ്ചാരിയെ ആകർഷിക്കേണ്ടത് എന്നും അതുപോലെ തന്നെ ഒരു സഞ്ചാരിക്ക് ആവശ്യമായ കാര്യങ്ങൾ നൽകാനും ഇവർ മുൻകൈ എടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു പൗരാണിക നിർമ്മിതിയിലും ടിക്കറ്റിനോടൊപ്പം ഒരു ഗൈഡിനെ കിട്ടുക പതിവില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന എല്ലാ സഞ്ചാരിക്കും കണ്ട കാഴ്ചകൾ ഹൃദ്യമാവുന്നത് മാത്രമല്ല യഥാർത്ഥ അവബോധം ഉണ്ടാവുകയും ചെയ്യും. എന്താണ് ഈ രാജ്യം ഈ വിഷയത്തിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള പൊതുവിവരം അവർക്ക് ലഭിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു ബോർഡിൽ അവസാനിക്കുന്ന വിവരണം ഒരു അറിവുള്ള ഗൈഡ് പറഞ്ഞു തരികയാണെങ്കിൽ അത് കാഴ്ച കുറേ കൂടെ മനസ്സിലാക്കാൻ സഹായിക്കും എന്നെനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാഴ്ച ബംഗ്ലാവിലെ പല കാഴ്ചകളും മൃഗങ്ങളെക്കുറിച്ചും ഫോസിലുകളെക്കുറിച്ചൊക്കെ കാണുമ്പോൾ അതൊന്ന് ശാസ്ത്രീയമായ അറിവോടുകൂടിയ ഒരാളത് പറഞ്ഞു തരുവാണെങ്കിൽ കുറേ കൂടെ ഭംഗിയായി അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമായി അനുഭവപ്പെട്ട ഈ നിർമ്മിതിയെ ഈ നാട്ടുകാർ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആത്മീയവും സാംസ്കാരികവുമായ ഘടകങ്ങളെ സമന്വയിപ്പിക്കുന്ന ഒരു കരകൗശല വിസ്മയമായിട്ടാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെയാണോ എന്നുള്ളത് സംശയമാണ്. തീർച്ചയായും ഈ നിർമ്മിതിയിൽ ഒരുപാട് പേരുടെ കരവിരുതും കരകൗശല വൈദഗ്ധ്യവും ഒക്കെ സമന്വയിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാരണം സാങ്ച്വറി ഓഫ് ട്രൂത്ത് പണി പൂർത്തിയാവാത്ത ഒരു ബിൽഡിംഗ് ആണ് എന്നും 365 ദിവസവും 1981 മുതൽ തുടർച്ചയായി ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണെന്നും 8ാമത്തെ ലോകാത്ഭുതമാണെന്നും ഉള്ള വ്യാഖ്യാനങ്ങളൊക്കെ പലയിടത്തായിട്ട് കേൾക്കാനിടയായി. പക്ഷേ അതൊന്നും വാസ്തവമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ എൻ്റെ കാഴ്ചപ്പാട് തെറ്റായിരിക്കാം, എങ്കിലും എനിക്ക് തോന്നിയത് പറയാം. ഈ ബിൽഡിങ് കടലിനരികിലായിട്ട് മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. കടൽക്കാറ്റും മഴയും വെയിലും ഉപ്പുകാറ്റും കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് നാശം സംഭവിപ്പിക്കുന്നുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആളുകൾ മാത്രമാണ് അവിടെ ഉള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിന് 3 നിറത്തിലുള്ള ഭാഗങ്ങളുണ്ട്. ഒന്ന് ചാര നിറത്തിലുള്ള ഭാഗങ്ങളും മറ്റേത് ടാൻ നിറത്തിലുള്ള തേക്ക് തടിയുടെ നിറത്തിലുള്ള ഭാഗവും ഇരുണ്ട പച്ച നിറത്തിലുള്ള ഭാഗങ്ങളുമുണ്ട്. ഈ പച്ച നിറത്തിലുള്ള ഭാഗങ്ങൾ ഇവർ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, അതായത് നശിച്ചു പോകാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് പച്ച നിറത്തിലാവുന്നത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ പുറമെ വെയിൽ കൊള്ളുന്ന പല ഭാഗങ്ങളിലും ഇരുണ്ട നിറത്തിലാണ് കാണുന്നത്, അതായത് ചാര നിറത്തിലാണ് കാണുന്നത്. ആ ഭാഗങ്ങളെല്ലാം റിപ്പയർ ചെയ്ത് വരുമ്പോഴേക്കും അടുത്ത ഭാഗം അതുപോലെ ആവുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഭംഗിയായി മാർക്കറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 365 ദിവസവും ഇവിടെ മെയിൻ്റനൻസ് നടക്കുന്നു അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്നു എന്ന് അവർ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ കാഴ്ചകളിൽ ഇവിടെ നിലനിൽക്കുന്ന പല അബദ്ധധാരണകളും അന്ധവിശ്വാസങ്ങളും അതേപടി പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ജന്മം കൊണ്ട് ഭാഗ്യവും നിർഭാഗ്യവും ഉണ്ടാവുമെന്നും അതുപോലെ തന്നെ വ്യത്യസ്ത ദിവസങ്ങൾ ജനിച്ചവർക്ക് വ്യത്യസ്ത സ്വഭാവം ഉണ്ടാവുമെന്നൊക്കെ ഇവർ വിശ്വസിക്കുന്നുണ്ട്. ഈ അബദ്ധധാരണകളെ അവരതേപടി ഇവിടെ വെളിപ്പെടുത്തുന്നുമുണ്ട്.
സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ മാനേജ്മെൻറ്റ് ഒരു വലിയ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. കാര്യം ഇതുപോലൊരു കരകൗശല വിസ്മയമൊരുക്കിയതിന്, ലോകത്തിലുള്ള സർവ്വരെയും അങ്ങോട്ട് ക്ഷണിച്ചതിന്, 7 ഭൂഖണ്ഡത്തിലുള്ള ആളുകളെ ഇവിടെ എത്തിച്ചതിന്, ഭംഗിയായി പരിപാലിക്കുന്നതിന്, അതുപോലെ തന്നെ ടൂറിസ്റ്റുകളെ വളരെ ഭംഗിയായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിന്. സാങ്ച്വറി ഓഫ് ട്രൂത്ത് ഈ കാലം കൊണ്ട് ഒരുപാട് പേർക്ക് കാഴ്ചയാകുക മാത്രമല്ല ചെയ്തേക്കുന്നത്, പല വെബ് സീരീസിൻ്റെയും ചിത്രീകരണവും ഇവിടെ നടന്നിട്ടുണ്ട്. അതിലൂടെ ലോകമെമ്പാടും ഇതിൻ്റെ കാഴ്ചകൾ എത്തിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ അവരുടെ മരണപ്പെട്ട രാജാവിനെക്കുറിച്ചും അദ്ദേഹം ഈ നാടിൻ്റെ കരുതലായിരുന്നുവെന്നും പ്രിയപ്പെട്ടവനാണെന്നും എല്ലാം തന്നെ ഗൈഡ് വിശദമാക്കി തന്നു. ഏറ്റവും കൂടുതൽ കാലം തായ്ലാൻഡ് ഭരിച്ച രാജാവും അദ്ദേഹമാണ്. അദ്ദേഹത്തിനെ വിളിക്കുന്ന പേര് രമ 9 എന്നാണ്. രാജാക്കന്മാരെ ഇവരെ നമ്പറിട്ടാണ് വിളിക്കുന്നത്. അതുപോലെ ഇപ്പോഴത്തെ രാജാവ് രമ 10 ആണ്. ഇപ്പോഴത്തെ രാജാവ് രമ 10ൻ്റെ ഫാദറാണ് രമ 9. അദ്ദേഹം തായ്ലാൻഡിലെ ജനങ്ങൾക്ക് വേണ്ടി 4000 പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തുവെന്നും തായ്ലാൻഡിലെ ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ 6 വർഷം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടുവെന്നും ഇപ്പോഴും തായ്ലാൻഡിലെ ജനങ്ങളുടെ മനസ്സിൽ അവർ ജീവിക്കുന്നുവെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതെല്ലാമാണ് ഇന്നത്തെ കാഴ്ച. അടുത്ത വീഡിയോയിൽ മറ്റൊരു കാഴ്ചയുമായിട്ട് വരാം. താങ്ക് യു.